ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കും ലിവർപൂളിനും ടോട്ടനത്തിനും സമനിലക്കുരുക്ക്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ സണ്ടർലാൻഡും ലിവർപൂളിനെ ലീഡ്സ് യുണൈറ്റഡും ടോട്ടനത്തെ ബ്രെൻഫോർഡും ഗോൾ രഹിത സമനിലയിൽ തളച്ചു. 19 കളികളിൽ നിന്ന് 41 പോയിന്റുമായി സിറ്റി രണ്ടാം സ്ഥാനത്തും ഇത്രയും കളികളിൽ നിന്ന് 33 പോയിന്റുള്ള ലിവർപൂൾ മൂന്നാമതുമാണ്. സിറ്റി സമനിലയിൽ കുരുങ്ങിയതോടെ ആഴ്സണലിന് ലീഗിൽ 4 പോയിന്റ് ലീഡായി. സൗദി പ്രോ ലീഗിൽ കുതിപ്പ് തുടരാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ഇന്നിറങ്ങും. അൽ അഹ്ലിയാണ് എതിരാളികൾ. രാത്രി 11-ന് ജിദ്ദയിലാണ് മത്സരം. ലീഗിൽ 31 പോയിന്റുമായി അൽ നസർ ഒന്നാം സ്ഥാനത്തും 22 പോയിന്റുമായി അൽ അഹ്ലി നാലാം സ്ഥാനത്തുമാണ്. ഇറ്റാലിയൻ ലീഗിൽ ഒന്നാം സ്ഥാനം ലക്ഷ്യമിട്ട് ലൂക്ക മോദ്രിച്ചിന്റെ AC മിലാൻ ഇന്ന് കളത്തിൽ. കാഗ്ലിയാരിയാണ് മിലാന്റെ എതിരാളികൾ. രാത്രി 1:30-ക്കാണ് മത്സരം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ലീഗിൽ 36 പോയിന്റുമായി ഇന്റർ മിലാൻ ഒന്നാമതും 35 പോയിന്റുമായി AC മിലാൻ രണ്ടാമതും 34 പോയിന്റുള്ള നപ്പോളി മൂന്നാം സ്ഥാനത്തുമാണുള്ളത്. BCCIയോട് കൂടുതൽ ഏകദിന മത്സരങ്ങൾ നടത്താൻ ആവശ്യപ്പെട്ട മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ 2027 ഏകദിന ലോകകപ്പ് വരെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫിറ്റ്നസോടെയും ഫോമിൽ തുടരാനും വേണ്ടിയാണ് ഇർഫാൻ ആവശ്യവുമായി രംഗത്തെത്തിയത്. ത്രിരാഷ്ട്ര പരമ്പരയും 4 ടീമുകളടങ്ങുന്ന പരമ്പരയും BCCI സംഘടിപ്പിക്കണമെന്നും ഇർഫാൻ പറഞ്ഞു. പരമ്പരകളിൽ 3 മത്സരങ്ങൾക്ക് പകരം 5 മത്സരമാക്കണമെന്നും ഇർഫാൻ. ഒപ്പം രോഹിത്തും കോഹ്ലിയും അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കണമെന്നും താരം കൂട്ടിച്ചേർത്തു.